Relative pronouns. A relative pronoun connects a clause to a pronoun, providing more information about it. A clause is a group of words that contains a subject and a verb. It can function as a sentence or part of a sentence. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി ഒരു ക്ലോസിനോട് കൂടി ചേരുന്ന പ്രോനൗണിനെ റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നു. ഒരു സബ്ജക്റ്റും ഒരു വെർബും അടങ്ങുന്ന ഒരു കൂട്ടം വാക്കുകളാണ് ക്ലോസ്. അതൊരു സെൻറ്റൻസോ അല്ലെങ്കിൽ സെൻറ്റൻസിൻ്റെ ഭാഗമോ ആയിരിക്കും. കോമൺ റിലേറ്റീവ് പ്രോനൗൺസ് ഇൻക്ലൂഡ്സ് who, whom, whose, which and that. Who, whom, whose, which, that എന്നിവ അടങ്ങിയതായിരിക്കും കോമൺ റിലേറ്റീവ് പ്രോനൗൺ. ലുക്ക് അറ്റ് ദി ടേബിൾ. ഈ ടേബിൾ ഒന്ന് നോക്കിയേ. ഹൂ റെഫർ ടു പീപ്പിൾ, ആളുകളെയാണ് ഹൂ ഉദ്ദേശിക്കുന്നത്. ഹൂം ദി ഒബ്ജക്റ്റ് ഫോം ഓഫ് ഹൂ, ഹൂവിൻ്റെ വേറൊരു ഫോമാണ് ഹൂം. ഹൂസ് ഷോസ് പൊസഷൻ, സ്വന്തം എന്നുള്ളത്. വിച്ച് റെഫർ ടു നോൺ ലിവിങ് തിങ്സ് ആൻഡ് ആനിമൽസ്. വിച്ച് ഉപയോഗിക്കുന്നത് ജീവനില്ലാത്ത വസ്തുക്കൾക്കും ആനിമൽസിനുമാണ്. ദാറ്റ് റെഫർ ടു പീപ്പിൾ, തിങ്സ് ആൻഡ് ആനിമൽസ്. വ്യക്തികൾ, വസ്തുക്കൾ, മൃഗങ്ങൾ എന്നിവയുള്ളപ്പോൾ ദാറ്റ് ഉപയോഗിക്കും. എക്സാമ്പിൾ, ഐ മെറ്റ് രാജു. രാജു വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഗേറ്റ്. ഞാൻ രാജുവിനെ കണ്ടു. രാജു ഗേറ്റിന് അടുത്തായിരുന്നു. കമ്പൈൻ ദീസ് ടു സെൻറ്റൻസസ് ഇൻറ്റു വൺ. ഈ രണ്ട് സെൻറ്റൻസിനെയും ഒന്നാക്കി എഴുതണം. ഹൗ ക്യാൻ യു റൈറ്റ് ഇറ്റ്? യൂസിങ് ഹൂ. ഹൂ ഉപയോഗിച്ചത് എഴുതാൻ പറ്റുമോ? ഒന്ന് ട്രൈ ചെയ്യൂ. ഐ മെറ്റ് രാജു ഹൂ വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഗേറ്റ്. ഗേറ്റിനടുത്ത് നിൽക്കുകയായിരുന്ന രാജുവിനെ ഞാൻ കണ്ടുമുട്ടി. സെക്കൻഡ് എക്സാമ്പിൾ, ഹീ റോട്ട് എ ബുക്ക് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം അവനൊരു ബുക്ക് എഴുതി. ഹൗ ക്യാൻ വി കമ്പൈൻ ദിസ്